എൻ്റെ കസിൻ്റെ വെഡ്ഡിങ്ങിന് കേരളത്തിലേക്ക് പോകാനായിട്ട് ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് അരമണിക്കൂർ കൊണ്ട് ടിക്കറ്റൊക്കെ കിട്ടി. എൻ്റെ ഭർത്താവിന് ഓഫീസിൽ പോകുന്ന വഴിക്ക് എന്നെ കൊണ്ട് ആക്കിയിട്ടാണ് പോയത്. അങ്ങനെ 9 അല്ലെങ്കിൽ 12 മണിക്കൂർ യാത്രയാണ് കേരളത്തിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക്. അപ്പോൾ ബസ്സൊക്കെ കയറി, AC ബസ്സായിരുന്നു. ഉറക്കം അത്ര ശരിയല്ലായിരുന്നു സൗണ്ട് കാരണം. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പോവായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ലുലു മാള് കണ്ട്. ഇതിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഇവിടുത്തെ ലുലു മാള്. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇതിനകത്ത് കയറുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മാവൻ എന്നെ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറ് കയറി വീട്ടിലേക്ക് പോവുകയാണ്. മരടെന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ കുളിച്ച് ഫ്രഷായി അടുത്ത പരിപാടിയിലേക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടെ പേരമ്മയും എൻ്റെ അമ്മയും, ഇതെൻ്റെ അമ്മയാണ് ആയിരുന്നു കഴിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ വാഴയിലയുടെ കാര്യം കേട്ടിയപ്പോൾ ആണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വാഴയില ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത്. അപ്പോൾ ഈ ഇടയിലായിട്ട് 1 മാസമായിട്ട് വാഴയില കിട്ടുന്ന പോലും ഇല്ലായിരുന്നു. അപ്പോൾ വാഴയിലയിൽ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയാണ്, എപ്പോഴും കൊതിയാണ്. അപ്പോൾ അങ്ങനെ അത് സാധിച്ചു. പിന്നെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയാകുകയാണ്. അത് കഴിഞ്ഞ ശേഷം സാരി കൊടുക്കാനായിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലത്തെ വൈബ് വേറെ എങ്ങും കിട്ടത്തില്ല. അതായത് ഞാൻ വളർന്നത് ആന്ധ്ര ആയതുകൊണ്ട് ആന്ധ്രയിലും ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ വൈബൊക്കെ ഭയങ്കരമായിട്ട് മിസ്സാവും. അതുപോലെ തന്നെ ബാംഗ്ലൂരും പിന്നെയും കുഴപ്പമില്ല. ബട്ട് അങ്ങനെ സാരിയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ്. പിന്നെ വൈകുന്നേരം അവിടെ തലേ ദിവസം ആയതുകൊണ്ട് എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റിങ്ങും പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ എടുത്ത് മാറ്റിയിരുന്നു, എനിക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. നാളെ വെളുപ്പിനെ എണീക്കണം. അമ്പലത്തിലാണ് കല്യാണം, അതിനുശേഷം പിന്നെ ഓഡിറ്റോറിയത്തിലുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കല്യാണത്തിന് റെഡിയായി പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതാണ് കാറ്. കല്യാണ ചെക്കനാണ് ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ കസിനാണ് കല്യാണ ചെക്കൻ, അശ്വിൻ എന്നാണ് പേര്. അങ്ങനെ ഞങ്ങൾ ട്രാവലർ വണ്ടി കയറി കല്യാണത്തിന്, അതായത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിലെ ചടങ്ങായതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തി. ഒരുപാട് ദൂരമൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ വെച്ചിട്ടാണ് കല്യാണം, അതായത് അമ്പലനടയിൽ വെച്ചിട്ട്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ അമ്പലത്തിൽ കല്യാണം കൂടുന്നത്. 2ാമതല്ല, ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ കുഞ്ഞിലെങ്ങാണ്ട് കല്യാണം കൂടിയതാണ്. 2 കല്യാണങ്ങളുണ്ടായിരുന്നു. ഞാനങ്ങനെ മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനെ ഇങ്ങനെ നടക്കുന്ന വീഡിയോ ഒക്കെ എടുപ്പിച്ചു അമ്മയെ കൊണ്ട്. അപ്പോൾ അങ്ങനെ താലികെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞു. നല്ല മനോഹരമായിട്ട് കല്യാണം നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കല്യാണമൊക്കെ കാണാൻ, അമ്പലത്തിലെ കല്യാണങ്ങളൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ പ്രദർശനമൊക്കെ വെച്ച് അമ്പലത്തിന് ചുറ്റും കല്യാണ ചെറുക്കനും പെണ്ണും ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോ. പിന്നെ ഡയറക്റ്റ് ഓഡിറ്റോറിയത്തിലേക്ക് അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കല്യാണ ചെക്കനെ സ്വീകരിക്കാനായിട്ട്, അതായത് താലം പിടിച്ച് വരുന്ന വരവാണ്. അപ്പോൾ അങ്ങനെ കല്യാണ ചെക്കൻ വന്നതിന് ശേഷം പെണ്ണിനെയും അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി സദ്യയും കഴിച്ചു. സദ്യ കഴിക്കുന്ന സമയത്ത് എനിക്ക് വാഴ 2 ഫിലിമിലെ പപ്പടത്തിൻ്റെ ഫൈറ്റാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ കല്യാണ ചെറുക്കനെയും പെണ്ണിനെയും വെൽക്കമിങ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ, നാട്ടിൽ പൊതുവെ ഇതൊക്കെ കോമൺ ആണ്. എന്നാലും പോലും ഇവിടെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഒരു സ്വീറ്റ് മൊമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വെൽക്കമിങ് ചെയ്തു. സ്വീറ്റൊക്കെ കൊടുത്ത് വെൽക്കമിങ് ചെയ്തു, വിളക്കൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തു. അങ്ങനെ മുതിർന്നവരെല്ലാവരും കൂടെ, അതായത് പാലും പഴവും ഇട്ട സ്വീറ്റാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റ് എടുത്തു.
ബാക്ക് വാട്ടേഴ്സ്, അതായത് വീടിൻ്റെ കുറച്ച് ഫ്രണ്ടിലാണ് ബാക്ക് വാട്ടേഴ്സ് ഉള്ളത്. അവിടെ ഞങ്ങളിങ്ങനെ കണ്ട് രസിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ റിസപ്ഷൻ റെഡിയായി. അങ്ങനെ റിസപ്ഷൻ എത്തി. പരിപാടിക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ലായിരുന്നു റിസപ്ഷൻ്റെ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര. അപ്പോൾ എന്നെ പേരപ്പൻ എൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി. തത്കാൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ എല്ലാവർക്കും മനോഹരമായ യാത്ര പറഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.